തീവ്രവാദികളുടെ മരണവാറണ്ടിനെ തുടർന്ന് കാനഡയിൽ അഭയം തേടി അജ്ഞാതവാസത്തിൽ കഴിയുന്ന പാകിസ്ഥാൻ ക്രൈസ്തവ യുവതി അസിയ ബീബിയുടെ ചിത്രങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടു. മതനിന്ദാ കുറ്റം ചുമത്തി പാകിസ്ഥാനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അസിയ ബീബി അനുഭവിച്ച പീഡനങ്ങൾ പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിക്കാനിരിക്കെയാണ് അസിയ ബീബിയുടെ ചിത്രങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. വാർത്തകളിൽ നിറഞ്ഞുനിന്ന ആസിയ ബീബിയുടെ ഇപ്പോഴത്തെ ചിത്രം ആദ്യമായാണ് പുറത്തുവരുന്നത്. സുരക്ഷാ കാരണങ്ങളാൽ പഴയ ചിത്രങ്ങൾ മാത്രമാണ് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നത്. പുസ്തകത്തിന്റെ സഹരചയിതാവായ ഫ്രഞ്ച് മാധ്യമ പ്രവർത്തകർക്കൊപ്പമുള്ളതാണ് ചിത്രം. മതനിന്ദാ കുറ്റം ചുമത്തി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 9 വർഷത്തെ കഠിനമായ പാക് ജയിൽ ജീവിതത്തിനു ശേഷം ആസിയ ബീവിക്ക് 2018 ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദത്തിനു വഴങ്ങി മോചനം നൽകിയത്. എന്നാൽ പാകിസ്ഥാനിലെ തീവ്രമത വിഭാഗങ്ങൾ ഇവർക്ക് വധശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം ആരംഭിക്കുകയായിരുന്നു. തുടർന്ന് പാകിസ്ഥാനിലെ അജ്ഞാത കേന്ദ്രത്തിൽ തടവറ തുല്യമായ ജീവിതം നയിച്ച ആസിയ ബീവി അവസാനം കാനഡയിൽ അഭയം തേടി. എന്നാൽ ആസിയ ബീവിക്കെതിരെ തീവ്രവാദികൾ മരണവാറണ്ട് പ്രഖ്യാപിച്ചതോടെ അജ്ഞാത സ്ഥലത്ത് കഴിഞ്ഞുവരികയാണ് ആസിയ ബീവി. തടവറയിലാക്കപ്പെട്ട ശേഷം ഇവരുടെ മുഖം ഉൾക്കൊള്ളുന്ന ദൃശ്യങ്ങൾ ഇതുവരെയും പുറത്തു വന്നിരുന്നില്ല. തന്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ആസിയ ബീവിയുടെ ചിത്രം പുറത്തുവിട്ടിരിക്കുന്നത്. ഫ്രീ അറ്റ് ലാസ്റ്റ് എന്ന പേരിൽ ഇസ്ബെല്ല അനിടോലറ്റിനൊപ്പമാണ് ആത്മകഥ പുറത്തിറക്കുന്നത്. പാകിസ്ഥാനിലെ തടവറയിൽ കഴിഞ്ഞ അനുഭവങ്ങളിൽ നിന്നും ഇനിയും മോചിതയാകാനായിട്ടില്ലെന്ന് ആസിയ ബീബി ആത്മകഥയിൽ വ്യക്തമാക്കുന്നുണ്ട്. പാകിസ്ഥാനിൽ അയൽക്കാരുമായി കുടിവെള്ളത്തെക്കുറിച്ചുണ്ടായ തർക്കമാണ് ആസിയ ബീവിക്കെതിരെ മതനിന്ദാ കുറ്റം ചുമത്താനിടയാക്കിയത്. ആസിയ ബീവിക്ക് അനുകൂലമായി വാദിച്ച 2 സാമൂഹ്യ പ്രവർത്തകരെ തീവ്രവാദികൾ കൊലപ്പെടുത്തിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.